അങ്ങനെ നമ്മൾ പ്രോഗ്രാം CS-നകത്ത് നമ്മൾ ഗെറ്റ് കണക്ഷൻ സ്ട്രിങ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കണക്ഷൻ സ്ട്രിങ് നമ്മൾ ആപ്പ് സെറ്റിങ്സിനകത്തോട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ആപ്പ് സെറ്റിംഗ്സ് .jsonനകത്ത് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യും. അതായത് നമ്മുടെ കോൺഫിഗറേഷനും എല്ലാ സാധനങ്ങളും നമ്മൾ ആപ്പ് സെറ്റിംഗ്സിനകത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കണക്ഷൻ സ്ട്രിങ് ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കണക്ഷൻ സ്ട്രിങ്സ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കൊടുക്കണം. അതിനകത്ത് നമുക്ക് വേണ്ടത് ഡീഫോൾട്ട് കണക്ഷൻ എന്നാണ് കൊടുക്കുന്നത്. അതിൽ നമ്മളിവിടെ കൊടുക്കുന്നത് ഡേറ്റ സോഴ്സ് ഈക്വൽ ടു dating.db. ഓക്കെ, ഇതായിരിക്കും എൻ്റെ ഡേറ്റ സോഴ്സ്, ഇതായിരിക്കും എൻ്റെ ഡേറ്റാബേസിൻ്റെ പേര്. ഡേറ്റിംഗ് ആപ്പാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ആപ്പ് സെറ്റിങ്സിനകത്ത് നമ്മളിങ്ങനെ ഒരു കണക്ഷൻ സ്ട്രിങ്സ് കൊടുത്ത് ഡീഫോൾട്ട് കണക്ഷൻ എന്ന് പറയുന്നത് dating.db. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ SQL സെർവർ അല്ലെങ്കിൽ MySQL ഒക്കെ ആണ് ചെയ്യുന്നെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ മോഡിൽ അങ്ങനത്തെ ഉള്ള ഡേറ്റാബേസ്, അങ്ങനത്തെ ഉള്ള ഒരു ഡേറ്റാബേസ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ SQL സെർവർ ആയാലും ശരി, MySQL, Postgre, ഇതൊക്കെ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ മോഡിനാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് SQLite ആണ്. SQLite എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡെവലപ്മെൻറ്റ് മോഡിന് മാത്രമേ നല്ലതാണ്, പ്രൊഡക്ഷൻ മോഡിന് അത്രയും നല്ലതല്ല. സോ അതുകൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ മോഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടിയ ഡേറ്റാബേസ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. Postgre, MSQL, ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളായിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് പർപ്പസിന്, അല്ലെങ്കിൽ ട്യൂട്ടോറിയലിന് വേണ്ടിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഡെവലപ്മെൻറ്റ് മോഡിന് നമുക്ക് SQLite നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കണക്ഷൻ സ്ട്രിങ് നമ്മളിവിടെ ആഡ് ചെയ്തു. ഇനി അടുത്ത നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ മൈഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ ഇപ്പോൾ ജാങ്കോയിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ മോഡലിനെ നമ്മൾ മേക്ക് മൈഗ്രേഷൻസ് കമാൻഡ് ഓടിച്ച് നമുക്ക് ഡേറ്റാബേസിനകത്തോട്ട് മാപ്പ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി തരും. സോ SQLite അത് സെയിം തന്നെയാണ്. അവിടെ ജാങ്കോയിൽ യൂസ് ചെയ്യുന്ന SQLite-നെയാണ്, ഇവിടെയും നമ്മൾ SQLite ആണ് യൂസ് ചെയ്യുന്നത്. സോ SQLite ആയതുകൊണ്ട് നമ്മളിവിടെ മേക്ക് മൈഗ്രേഷൻസ് എന്ന് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ പ്രോജക്റ്റിനകത്ത് നമുക്ക് .NET -EF എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു എൻറ്റിറ്റി ഫ്രെയിംവർക്ക്, ഈ ഒരു പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കാം. എനിക്കിവിടെ 8.011 കൊടുത്തിട്ട് എനിക്കിവിടെ എറർ അടിച്ചു. ഓക്കെ, എനിക്ക് സംഭവം എറർ കാണിച്ച്, അതായത് ഈ വെർഷൻ സപ്പോർട്ട് അല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് മാനുവലി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ മാനുവലി ഇൻസ്റ്റാൾ ചെയ്യേണ്ട കമാൻഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾ അത് പോയി ചെയ്ത് നോക്കാം. ബിക്കോസ് ഞാൻ ഓൾറെഡി അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ .NET EF ഇൻസ്റ്റാൾ ആയതിനു ശേഷം അതിനകത്തായിരിക്കും നമ്മുടെ മേക്ക് മൈഗ്രേഷൻസ് ഒക്കെ എല്ലാം സാധനം കാണുന്നത്. അപ്പോൾ പ്രോജക്റ്റിനകത്ത് നമ്മൾ വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടെർമിനൽ എടുക്കുക. ഓക്കെ, ടെർമിനൽ എടുത്തിട്ട് നമ്മളിവിടെ .NET EF എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സാധനങ്ങളായിരിക്കും കാണിക്കുന്നത്. അതിൽ നമുക്ക് വേണ്ടത് മൈഗ്രേഷൻസ് ആണ്. അപ്പോൾ EF കഴിഞ്ഞിട്ട് ഞാൻ മൈഗ്രേഷൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കമാൻഡ്സ് ഉണ്ട്. അപ്പോൾ മൈഗ്രേഷൻസിനകത്ത് നമുക്ക് വേണ്ടത് ആഡ് ഉണ്ട്, ബണ്ടിൽ ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്, റിമൂവ് ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്. നമുക്ക് വേണ്ടത് ആഡ് ആണ്. ബിക്കോസ് ആഡ് എ ന്യൂ മൈഗ്രേഷൻ, നമുക്ക് പുതിയൊരു മൈഗ്രേഷൻ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ആഡ് കമാൻഡ് ഇവിടെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ മൈഗ്രേഷൻസിനകത്ത് ആഡ് എന്ന് പറയുന്നത് ഞാനിവിടെ ഇനിഷ്യൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിഷ്യൽ ക്രിയേറ്റ് -output, അതായത് ഔട്ട്പുട്ട് ഫോൾഡറിൽ ഏതിലൊക്കെയാണ് പാസ് ചെയ്യേണ്ടത്. ഞാനിവിടെ പാസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റയ്ക്കകത്ത്, ഡേറ്റ ഫോൾഡറിനകത്താണ് വീഴേണ്ടത്. അപ്പം data/migrations എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു ഫോൾഡറിൻ്റെ അകത്ത് ആംഗുലർ .NET കോറിൻ്റെ അകത്ത് പിന്നെയും .NET Core, അതായത് നമ്മൾക്ക് വേണ്ടത് ഏത് ഔട്ട്പുട്ട് ഫോൾഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് നെയിം കയറി വന്ന് ഒന്ന് മെയിൻ നെയിം, പിന്നെ അതിൻ്റെ സബ് നെയിമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ അവിടെ നിങ്ങൾ നോക്കണം, ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് വേണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഡേറ്റയ്ക്കകത്ത് മൈഗ്രേഷൻസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ,
ഇവിടെ ഞാൻ ആഡ് ഇനീഷ്യൽ ക്രിയേറ്റ് ഔട്ട്പുട്ട് പാത്ത് എന്ന് പറഞ്ഞ ഡേറ്റ മൈഗ്രേഷൻസ് കൊടുത്തപ്പോൾ ബിൽഡ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ സക്സീഡ് ആയി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മൈഗ്രേഷൻസ് ഫോൾഡർ വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇനിഷ്യൽ ക്രിയേറ്റ് ഉണ്ട്, പിന്നെ ഡേറ്റ കളക്ഷൻ സ്നാപ്ഷോട്ട് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇനിഷ്യൽ ക്രിയേറ്റിനകത്ത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് ഇത് മൈഗ്രേഷൻ സക്സസ് ആവുകയാണെങ്കിൽ നമ്മുടെ SQLite ടേബിൾ ക്രിയേറ്റ് ആയി വീണിട്ടുണ്ട്. അപ്പം അതിൻ്റെ സ്നാപ്ഷോട്ടാണ് ഈ കാര്യങ്ങൾ. ഇതിൻ്റെ ഫയലും ആ സക്സസ് ആയുള്ള ഫയലും ആ കാര്യങ്ങളൊക്കെ എല്ലാം അതിനകത്തുണ്ട്. ഇപ്പോൾ ക്രിയേറ്റ് ടേബിളിനകത്ത് നമ്മുടെ നെയിം എന്ന് പറയുന്നത് യൂസേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ നമ്മുടെ DB കോണ്ടെക്സ്റ്റില്ലേ, ഈ യൂസേഴ്സിൻ്റെ നെയിമാണ് നമ്മുടെ അവിടെ ടേബിൾ നെയിമിന് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ DB കോണ്ടെക്സ്റ്റിന് വെച്ചിട്ടാണ് ഇവിടെ യൂസേഴ്സിൻ്റെ നെയിം, അത് ഈ യൂസേഴ്സ് നെയിം ഇവിടെ വന്നിട്ടുണ്ട്. കോളംസിൻ്റെ ടേബിളിനകത്ത് നമുക്ക് ടേബിളിനകത്ത് 2 ഫീൽഡിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്, ID-യും പിന്നെ യൂസർ നെയിമും. പിന്നെ നമ്മുടെ ഇവിടെ ടേബിൾ പ്രൈമറി കീ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി x.id എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. കാരണം ഇത് ഓട്ടോമാറ്റിക്കലി അതിന് മനസ്സിലാവും ഇത് ഇൻ്റെ ID കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് യൂണിക് ID ആണെന്ന് നമുക്കറിയാം. വേറൊരു പേരാണ് ഇത് കൊടുത്തിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കയറി വരത്തില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ID-ക്ക് പകരം വേറെ നെയിം ആണെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കീ എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ ടേബിൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഡ്രോപ്പ് ടേബിൾ ആണ്. അതായത് എന്തെങ്കിലും നമുക്ക് മോഡിഫൈയോ, അതായത് നമ്മൾ ഇപ്പോൾ പുതിയ ഫീൽഡ് ആഡ് ചെയ്യാൻ പോവാം, ടേബിളിനകത്ത് പുതിയ ഫീൽഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡ്രോപ്പ് ടേബിൾ വെച്ചിട്ട് പഴയ ടേബിൾ മാറ്റിയിട്ട് പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് പുതിയ ഫീൽഡ്സും കൂടെ ആഡ് ചെയ്ത് വരും. അതായത് യൂസേഴ്സ് ടേബിളിനെ ഡ്രോപ്പ് ചെയ്തിട്ട് പുതിയൊരു യൂസേഴ്സ് ടേബിളിനെ വിത്ത് ന്യൂ ഫീൽഡ്സ് ആയിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മേക്ക് മൈഗ്രേഷൻസ് വെച്ച് നമ്മൾ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തത്. ഓക്കെ, ഇത് നമുക്ക് SQLite മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ മറ്റേ SQL സെർവർ അതുപോലെ PostgreSQL ഒക്കെ ആണെങ്കിൽ ആപ്പ് സെറ്റിങ്സിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കണക്ഷൻ സ്ട്രിങ്സ് എല്ലാം മാറ്റണം. അതായത് കണക്ഷൻ സ്ട്രിങ്ങിനകത്ത് ഡീഫോൾട്ട് കണക്ഷനകത്ത് ഇപ്പോൾ PostgreSQL ആണ് യൂസ് ചെയ്യണമെങ്കിൽ PostgreSQLയുടെ യൂസർ നെയിമും പാസ്വേഡും പിന്നെ അതുപോലെ ടേബിൾ നെയിം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ. ഇവിടെ ഞാൻ SQLite യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ മേക്ക് മൈഗ്രേഷൻസിൻ്റെ വെച്ചുള്ള പരിപാടിയാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനകത്തോടെ. ഓക്കെ, ബൈ.